രണ്ട് ബ്രൗസർ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ബ്രൗസറിന്റെ അകത്ത് നമ്മൾ സൂപ്പർ യൂസർ ആണ്. ഈ ബ്രൗസറിൽ നമ്മൾ അഡ്മിൻ ആണ്. മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഓക്കെ, സോ അഡ്മിൻ അല്ല, ഇത് സ്റ്റാഫാണ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിന് ആക്ച്വലി എന്തിനെ കാണേണ്ട ആവശ്യമില്ല, യൂസറിനെ കാണേണ്ട ആവശ്യമില്ല. കംപ്ലൈൻസ് മാത്രം കണ്ടാൽ മതി. കംപ്ലൈൻസും മൈ കംപ്ലൈൻസ്, ഐറ്റം പ്ലേസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സ്റ്റാഫിന് കണ്ടാൽ മതി. യൂസേഴ്സ് കാണേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു യു ആറിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും ഒക്കെ എന്ത് വേണം, നമുക്ക് ഈ സൂപ്പർ ഈസ് നോട്ട് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരു മെത്തേഡ് തന്നെ പഠിച്ചിട്ടായിരുന്നു. ആ സംഭവം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ യൂസർ അല്ലാത്തവർക്ക് ഒന്നും കാണില്ല. അപ്പൊ ചില സാധനങ്ങൾ സ്റ്റാഫിന് കാണും, ചില സാധനങ്ങൾ കസ്റ്റമർക്ക് കാണേണ്ടി വരില്ല. അപ്പൊ അങ്ങനത്തെ, അല്ലെങ്കിൽ ചില സാധനങ്ങൾ അഡ്മിന് കാണേണ്ടി വരും, ചില സാധനങ്ങൾ സ്റ്റാഫിന് കാണേണ്ടി വരില്ല. അപ്പൊ ഇങ്ങനെ കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. സോ അതിന് നമുക്കൊരു ഡെക്കറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസർ ഹാൻഡിലിനകത്ത് ഞാൻ പുതിയ ഫയൽ ഉണ്ടാക്കാം, ഡെക്കറേറ്റേഴ്സ് ഡോട്ട് py ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് നമുക്ക് വേണ്ടത്, നമുക്ക് യൂസ് ചെയ്യാൻ വിളിക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ് ജാങ്കോ ഡോട്ട് ഷോർട്ട് കട്ട്സ് ഇമ്പോർട്ട് റീഡയറക്റ്റ് ആൻഡ് വെണ്ടർ അതോടെ ഇമ്പോർട്ട് വെച്ചു. ഇനി അൺഓതന്റിക്കേറ്റ് ചെയ്യുന്ന യൂസേഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് പറഞ്ഞിട്ട് അൺഓതന്റിക്കേറ്റഡ് അണ്ടർസ്കോർ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവിടെ വെക്കുകയാണ്. ഇതൊരു വ്യൂ ഫംഗ്ഷൻ ആണ്. സോ ഞാൻ അതിനകത്ത് വ്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ മെത്തേഡ് ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ അകത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതും. ഞാൻ വിളിക്കുക റാപ്പർ ഫംഗ്ഷൻ ആണ്. ഞാൻ വിളിക്കുന്ന പേര് റാപ്പർ ഫംഗ്ഷൻ ആണ്. ഞാൻ പേര് ഫംഗ്ഷൻ കൊടുത്തത് പേര് എന്താണ് കൊടുക്കാം, റാപ്പർ ഫംഗ്ഷൻ. ഇതിന്റെ അകത്ത് നമ്മൾ റിക്വസ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ ആർക്സും ക്വാർക്സും പൈത്തണിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റാർ ഇട്ട് എന്ത് എഴുതിയാലും ആർക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ യൂഷ്വലി ആൾക്കാർ ഇങ്ങനെ എഴുതാറ്. പിന്നെ ക്വാർക്സ് സ്റ്റാർ ക്വാർക്സ്, അതായത് ആർക്സ് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു സ്പെസിഫിക് ആയിട്ട് എന്താ ആർഗ്യുമെന്റ് ഇല്ല, നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് കൊടുക്കാം. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും കൊടുക്കാം. ആർക്സ് ക്വാർക്സ് പറഞ്ഞാൽ കീവേഡ് ആർഗ്യുമെന്റ്സ് ആണ്. ഡിക്ഷണറി പോലെ കൊടുക്കാം, മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാം. അതാണ് രണ്ട് സംഭവം. ഇനി അടുത്ത ഞാൻ കൊടുക്കാൻ ഈ റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതന്റിക്കേറ്റഡ് റിട്ടേൺ IPUR. അപ്പം നമ്മൾ നോക്കാൻ ഇവിടെ യൂസർ ഓതന്റിക്കേറ്റ് ആവുന്നുണ്ടോ, റീഡയറക്റ്റ് എങ്ങോട്ടാണ് വരേണ്ടത്, നമുക്ക് ലോഗിൻ പേജിലേക്കല്ല വരേണ്ടത്. സോ URL നോക്കാം, നമുക്ക് ലോഗിൻ നടക്കുന്നത് ഹോമിനകത്താണ്. റിട്ടേൺ റീഡയറക്റ്റ് ഹോമിനകത്തുള്ള ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കോഡ് ചെയ്തു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് എഴുതി ഓതന്റിക്കേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കണം. ഇനി ഓതന്റിക്കേറ്റഡ് ആണെങ്കിലോ എൽസ് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ റിട്ടേൺ വ്യൂ ഫംഗ്ഷൻ റിക്വസ്റ്റ് ആർക്സും ക്വാർക്സും, ഈ സാധനങ്ങൾ കണ്ടത് റിക്വസ്റ്റ് ആർക്സും ക്വാർക്സ്. പിന്നെ ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ എഴുതുന്നതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഡെക്കറേറ്റേഴ്സ് വിളിക്കുന്നത്. അത് പൈത്തണിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു. സോ ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് എന്തിനാണ്, റാപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു. ഓക്കെ, ഇപ്പം ഈ ഒരു സംഗതി ആക്ച്വലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരാൾ ഓതന്റിക്കേറ്റ് ചെയ്തിട്ടില്ല സംഭവിക്കുന്ന കാര്യം. ഞാൻ ലോഗ് ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പോയിക്കാം, ഞാൻ നേരെ ഹോമിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇവിടെ യൂഷ്വലി ലോഗിൻ റിക്വയർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വ്യൂ ഫംഗ്ഷന്റെ മുകളിലേക്ക് ലോഗിൻ റിക്വയർ കൊടുക്കുക. അപ്പോൾ ആ ലോഗിൻ റിക്വയർ വർക്ക് ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി ഇത്. ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കോഡ് ഡെക്കറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. കാരണം ഇതേ സെയിം മെത്തേഡിലാണ് ലോഗിൻ റിക്വയർ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സാധനം കാണിച്ചു തന്നത് സിമ്പിൾ ആയിട്ട്. നമുക്ക് വേണ്ട സാധനങ്ങളിലേക്ക് പോകാം. നമുക്ക് ഡിഫൈൻ അലൗഡ് യൂസേഴ്സ് ആണ്. നമുക്ക് എല്ലാ യൂസറിനെയും ഒതന്റിക്കേറ്റ് ചെയ്യാം. നമുക്ക് ചില യൂസേഴ്സിനെ അലൗ ചെയ്യണം. സോ ഡിഫൈൻ അലൗഡ് യൂസേഴ്സ് എന്ന് കൊടുത്തിട്ട് ഏതൊക്കെ റോൾസ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കണം. സോ അലൗഡ് ALLOWED സ്പെല്ലിംഗ് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഓക്കെ. അലൗഡ് റോൾസ് ഈക്വൽ ടു ഓക്കെ. ഇതൊരു എംപ്റ്റി അറേ ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊരു അറേ ആയിട്ട് അത് ഡിഫൈൻ ചെയ്യാം. അറേ ആയിട്ടോ ടുപ്പിൾ ആയിട്ടോ എങ്ങനെയാ വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അറേ ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് കൊടുത്തു. ഇനി ഡിഫൈൻ ഡെക്കറേറ്റർ വ്യൂ ഫംഗ്ഷൻ, അതിനുള്ളിൽ ഞാൻ വേറൊരു ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു. വ്യൂ ഫംഗ്ഷൻ ഓക്കെ. വ്യൂ ഫംഗ്ഷൻ കൊടുക്കാം. വ്യൂ ഫംഗ്ഷൻ കൊടുത്തു. അതിനകത്ത് ഞാൻ വേറെ ഒരു എന്താ പറയുന്ന ഫംഗ്ഷൻ ഇടുകയാണ്. അതിനെയാണ് നമ്മൾ ഇപ്രാവശ്യം റാപ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതിനകത്ത് ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ റിക്വസ്റ്റ് REQUEST റിക്വസ്റ്റും പിന്നെ ആർക്സും പിന്നെ ക്വാർക്സും കൊടുത്തു. ഓക്കെ, ഈ മൂന്ന് സാധനങ്ങളും കൊടുത്തോടെ വെച്ചു. ഇനി ഇനീഷ്യലി ഗ്രൂപ്പിന്റെ നെയിം എന്താണ്, അല്ലെ? ഇനീഷ്യലി ഗ്രൂപ്പിന് അങ്ങനെ പേരൊന്നുമില്ല. ഈ ഗ്രൂപ്പ് നമ്മൾ ഇവിടെയാണ് കോൾ ചെയ്യുന്നത്. സോ ഫസ്റ്റിൽ തന്നെ ഈ അതിനകത്ത് ഗ്രൂപ്പ് ഒന്നുമില്ല. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഗ്രൂപ്പ്, റിക്വസ്റ്റ് ചെയ്യുന്ന യൂസർക്ക് ഏതെങ്കിലും ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
അല്ലെ, എന്ത് വേണം, ഗ്രൂപ്പ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഗ്രൂപ്സ് ഡോട്ട് ഓൾ. അതിന്റെ 0th പൊസിഷനിലേക്ക് നമുക്ക് എന്തിനെ അപ്പൻഡ് ചെയ്യണം, ഗ്രൂപ്പിന്റെ നെയിമിനെ അപ്പൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇതൊക്കെ പ്യുവർ പൈത്തൺ ആണ് കേട്ടോ, ഇതിന് ജാങ്കോ ആയിട്ട് ബന്ധമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെത്തേഡ് വിളിച്ചു, റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഗ്രൂപ്പ് ഡോട്ട് എക്സിസ്റ്റ്. ഇപ്പോൾ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിനകത്തേക്ക് ഈ നണ്ണ് പറഞ്ഞ ഗ്രൂപ്പിനെ നമ്മൾ ഒരു അറേ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനകത്തേക്ക് ആ ഗ്രൂപ്പിന്റെ നെയിമിനെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി അപ്പൊ ആ ഇഫ് കണ്ടീഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇഫ് ഗ്രൂപ്പ് ഇൻ allowed users allowed users എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം, ഇത് റോൾസ് കൊടുക്കാം. allowed റോൾസിലേക്ക് അത് വർക്കാവും. അപ്പം ഇഫ് ഗ്രൂപ്പ് ഇൻ allowed റോൾസ്, കാരണം allowed യൂസേഴ്സിനകത്തുള്ള ഒരു എന്താ പാരാമീറ്റർ ആണ് ഗ്രൂപ്പ് റോൾ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വാല്യൂ കൊടുക്കും. എവിടെ നമ്മൾ കൊടുക്കും, നമ്മൾ വ്യൂവിനകത്ത് കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുക്കില്ല, ഈ ഡെക്കറേറ്ററിനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കും. അപ്പം ആ ഗ്രൂപ്പ് ഈ ഒരു ഇതിന്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇഫ് അതൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, നമുക്ക് തൽക്കാലം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, പ്രിന്റ് ചെയ്യണ്ട, നമുക്ക് റിട്ടേൺ തന്നെ കൊടുക്കാം. റിട്ടേൺ വ്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം റിക്വസ്റ്റ് ആർക്സ് ക്വാർക്സ് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇനി എന്താ പ്രശ്നം, ഇനി സൂപ്പർ യൂസർ ആണെങ്കിലും എൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഒരു സെക്കൻഡ് എക്സ്ക്ലൂസറിന്റെ കാര്യം പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ റീഡയറക്റ്റ് എങ്ങോട്ടാ പോകേണ്ടത്, നമുക്ക് നമ്മളുടെ ഹോമിനകത്ത് എവിടെയോ നമ്മൾ സാധനം എഴുതി വെച്ചിട്ടുണ്ട്, പെർമിഷൻ ഡിനൈഡ്. ഇതെടുക്കുന്നു, എങ്ങോട്ട് പോകണം, ഹോമിനകത്തുള്ള പെർമിഷൻ ഡിനൈഡിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളിവിടെ കോൾസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ എൻ്റർ അടിച്ചു, എന്നിട്ട് ഞാൻ താഴെ റിട്ടേൺ റാപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ഡെക്കറേറ്റർ. ഓക്കെ, ഈ രണ്ട് സാധനങ്ങൾ എഴുതി വെച്ചു. ഡൺ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്യൂസിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വ്യൂസിനെ ഈ ഡെക്കറേറ്ററിന് നമ്മൾ മറ്റേ ലോഗിൻ റിക്വയർഡ് ഒക്കെ കൊടുക്കാറുള്ളത് പോലെ തന്നെ നമ്മളെ വ്യൂസിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും. നോക്കാം, നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യണം, ആദ്യം ഈ അലൗഡ് യൂസേഴ്സ് എന്നാണ് നമ്മുടെ ഡെക്കറേറ്ററിന്റെ പേര്. ഇതാണ് നമ്മുടെ ഡെക്കറേറ്ററിന്റെ പേര്. ഇവരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രം യൂസർ ഹാൻഡിൽ ഡോട്ട് ഡെക്കറേറ്റേഴ്സ് ഇമ്പോർട്ട് അലൗഡ് യൂസേഴ്സ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അറ്റ് അലൗഡ് യൂസേഴ്സ് കൊടുക്കുകയാണ്. അറ്റ് അലൗഡ് യൂസേഴ്സ് നമുക്കറിയാം ഇയാൾ എന്ത് ചെയ്യും, ഒരു മെത്തേഡ് എടുക്കും, ഐ മീൻ പാരാമീറ്റർ എടുക്കും. സോ പാരാമീറ്റർ എടുക്കും. ആ പാരാമീറ്ററിന്റെ അകത്ത് എന്താ ഉള്ളത്, അലൗഡ് യൂസേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്, അലൗഡ് റോൾസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അലൗഡ് റോൾസ് ഈക്വൽ ടു ഏതൊക്കെയാണ് നമ്മളുടെ അലൗഡ് റോൾസ് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടെ വരാം, എന്നിട്ട് ഞാൻ ഈ സാധനം ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടാബിലേക്ക് ഇട്ടിട്ട് /admin അടിക്കുകയാണ്. ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് ഏതോ പേജ്, ഈ പേജ് വ്യൂ ലിസ്റ്റ് യൂസർ ആണ്. അപ്പൊ യൂസറിനെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അഡ്മിന് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. സോ അഡ്മിനെ ഞാൻ കോപ്പി ചെയ്തു, അത് ഞാൻ അഡ്മിൻ ഇട്ട് കൊടുത്തു. ഡൺ. ഇനി ഈ സാധനം അഡ്മിൻ മാത്രമേ കാണുള്ളൂ. സോ ഞാൻ ഇവിടെ വന്നിട്ട് യൂസർ എടുക്കുകയാണെങ്കിൽ പെർമിഷൻ ഡിനൈഡ്, ഇത് സൂപ്പർ അഡ്മിൻ. അപ്പൊ സൂപ്പർ അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, സൂപ്പർ അഡ്മിൻ പക്ഷെ എല്ലാം കാണണം, അതുകൊണ്ടാണ് സൂപ്പർ അഡ്മിൻ ആയിരിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ കൂടെ വരാം, നമ്മൾ യൂസേഴ്സ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ പെർമിഷൻ ഡിനൈഡ്, കാരണം ഇത് സ്റ്റാഫാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യും. ഡെക്കറേറ്റേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇഫും എൽസിന്റെയും താഴെ ഒരു എലിഫ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എലിഫ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങ് താഴെ ഇങ്ങോട്ടേക്ക് വന്നേ, അങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് കേട്ടാൽ മതി. എലിഫ് ഇട്ട് കൊടുക്കുകയാണ്. എലിഫിനകത്ത് ഞാൻ പറയാണ്
റിട്ടേൺ ഓക്കെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ഗ്രൂപ്പ് ഈക്വൽ ടു ഓക്കെ എവിടേക്കോ നമ്മൾ കംപ്ലൈൻസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി കംപ്ലൈൻസിനകത്ത് നമ്മൾ ഇഫ് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ഓക്കെ ഇതെന്ത് കംപ്ലൈൻസ് ആയതല്ല കംപ്ലൈൻസിനകത്തുള്ള വ്യൂസിനകത്ത് നമ്മൾ ഇതാ ഈ സംഭവം ഇഫ് നോട്ട് എന്നുള്ള സംഭവമല്ലേ ഇതൊന്ന് കോപ്പി ചെയ്യാം എലിഫ് കഴിഞ്ഞിട്ട് ഈ സാധനം കൊടുത്താൽ മതി നമ്മുടെ ഡെക്കറേറ്റേഴ്സിനകത്ത് വരിക എലിഫ് ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ ഞാനൊരു എലിഫ് ഇട്ടു എന്നിട്ട് ഇവിടെ ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് വെച്ചു അപ്പോൾ ഇവിടെ നോട്ടല്ല എലിഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഇസ് സൂപ്പർ യൂസർ ആണെങ്കിലും എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്യേണ്ടത് എന്താ ഇതാ റിട്ടേൺ ചെയ്യേണ്ടത് റീഡയറക്ട് ചെയ്യല്ല വേണ്ട ഈ എലിഫ് നമുക്ക് ആവശ്യമില്ല ഇതെടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പൊ എന്താ സംഭവിക്കുക ഇപ്പൊ അലൗഡ് റൂൾസിനകത്തുള്ള ആൾക്കാർ അതായത് ഇതിനകത്ത് നമ്മൾ അഡ്മിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിനെ അലൗ ചെയ്യും സ്റ്റാഫ് കൊടുത്താൽ സ്റ്റാഫിനെ അലൗ ചെയ്യും ഇനി സൂപ്പർ യൂസർ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ യൂസറിനെ എന്തായാലും എല്ലാത്തിലും അലൗ ചെയ്യും ഇനി നമുക്ക് ഇവിടെ വരാം ഇപ്പൊ നമുക്ക് ഇതിപ്പം നമ്മളെ സ്റ്റാഫാണ് ഇപ്പുറത്ത് വരാം ഇതിപ്പോ നമ്മളുടെ ആരാണ് സൂപ്പർ യൂസർ ആണ് ഇപ്രാവശ്യം ഞാൻ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ലോഡായി യൂസർ ഹാൻഡിൽ ലോഡായി ഓക്കെ ഇപ്രാവശ്യം ഞാൻ യൂസർ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ആയിട്ടില്ല ഇനി ഞാൻ നമ്മളെ ഇതിനകത്ത് എന്ത് കൊടുക്കുക യൂസർ ഹാൻഡിൽ ഇത് നോക്കാൻ വേണ്ട ഇതിനകത്ത് ഞാൻ വന്നിട്ട് അലൗഡ് യൂസേഴ്സിന്റെ മുകളിൽ അഡ്മിനും കൊടുക്കുകയാണ് സ്റ്റാഫും കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ സാധനം ഓക്കെ ഞാൻ ഒന്നും കൂടെ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ വന്നിട്ടില്ല എന്താണ് പ്രശ്നം നോക്കാം ഓക്കെ ഇവിടെ നമ്മൾ ഇൻവേർട്ടഡ് കോമേഴ്സ് കൊടുത്തത് തെറ്റായിട്ടാണ് അഡ്മിൻ സ്റ്റാഫ് ഒരു കോമ ഇട്ട് വെക്കണം അവിടെ കോമ ഞാൻ യൂസേഴ്സ് ക്ലിക്ക് ചെയ്തു അപ്പൊ എന്ത് ലോഡായി യൂസേഴ്സിന്റെ അകത്ത് ആ പേജും കൂടെ ലോഡ് ആയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക പെർമിഷൻസ് ആക്ച്വലി കൊടുക്കുക അറ്റ് ലോഗിൻ റിക്വയർഡ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ദിസ് ഇസ് ദ പ്രോപ്പർ വേ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കേണ്ടത് നമ്മുടെ യൂസറിന്റെ പെർമിഷൻസും കാര്യങ്ങളും കൊടുക്കേണ്ടത്